ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു ഫേക്ക് ലിഥിയം അയൺ ബാറ്ററി ഒന്ന് പൊട്ടിച്ചു നോക്കാം. നമ്മൾക്ക് ഈ ബാറ്ററി പൊട്ടിച്ചു നോക്കാം. പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ബാറ്ററിയിൽ ചാർജ് ഇല്ലാത്ത ഒരു ബാറ്ററി മാത്രമേ നമ്മൾ പൊട്ടിക്കാത്തൂ. ഇപ്പോൾ ഈ ബാറ്ററിയിൽ 0 വോൾട്ടാണ്. ഈ ബാറ്ററി നമുക്ക് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബാറ്ററി പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഒറിജിനൽ ബാറ്ററിക്കകത്ത് എന്താണെന്ന് ജസ്റ്റ് ഞാനൊരു വീഡിയോയുടെ ക്ലിപ്പ് കാണിച്ചു തരാം. ഇത്തരത്തിലാണ് ഒരു ഒറിജിനൽ ബാറ്ററിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒറിജിനൽ ബാറ്ററിയുടെ ഉള്ളിൽ ഉണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫേക്ക് ബാറ്ററി ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഓക്കെ, ഇത് ഫേക്ക് ബാറ്ററിയാണ്. ഇതൊരു ഫേക്ക് ബാറ്ററിയാണ്. ഞാൻ ആദ്യം മുതലേ സംശയം പറഞ്ഞതുപോലെ ഇതൊരു ഫേക്ക് ബാറ്ററിയാണ്. ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ നടുവിൽ ആയിട്ട് ഇതിൻ്റെ കണക്റ്റിംഗ് ടെർമിനൽ വരേണ്ടതാണ്. അപ്പോൾ അത് വന്നിട്ടില്ല. അതിനർത്ഥം ഇതൊരു ഫേക്ക് ബാറ്ററി തന്നെയാണ്. ഇതിനകത്ത് എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ബാറ്ററി മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിനകത്ത് കോണ്ടാക്റ്റ് ടച്ച് കിട്ടാത്തത് കൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെങ്കിൽ നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വർക്ക് ചെയ്യേണ്ടതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ബാറ്ററിക്കകത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയ സാധനം. ഇത് മണലാണ്, സാൻഡ് എന്ന് പറയുന്ന മണലാണിത്. ഇതാണ് ഈ ഒരു ബാറ്ററിക്കകത്ത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ വെയിറ്റ് കണ്ടപ്പോഴേ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ സംശയം പറഞ്ഞിട്ടുണ്ട്, ഇത് ഫേക്ക് ബാറ്ററി ആണോ എന്ന് സംശയമുണ്ട് എന്ന്. അതിന് കാരണം അതായിരുന്നു, വെയിറ്റ് കുറച്ച് കുറവായിരുന്നു. അത് മാത്രമല്ല, സാധാരണ നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് ലിഥിയം അയൺ ബാറ്ററി റിക്കവർ ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ടും ഇത് വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് അത്തരത്തിലൊരു സംശയം വന്നത്, ഇതൊരു ഫേക്ക് ബാറ്ററി ആണോ എന്ന്. ഇതും ഫേക്ക് ബാറ്ററിയാണ്. ഇതിനകത്തും കണക്റ്റിംഗ് ടെർമിനൽ ഇല്ല. ഓക്കെ, സാൻഡാണ് ഇതിനകത്തും. ഇതിൻ്റെ ഉള്ളിൽ കാലിയാണ്. ഇതിനകത്ത് ഇനി വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതിനകത്തിന് വേറെ ഒന്നും തന്നെ ഇല്ല. വെറും ഇതൊരു ഡബ്ബ മാത്രമാണ്. ഇത്രയും മണൽ നമ്മൾക്ക് ഇതിനകത്ത് നിന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും പുതിയ വീഡിയോകൾ വരുമ്പോൾ എല്ലാവരും കാണുക. അതിനുവേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.